മൈത്രേയനും കേരളത്തിലെ മെത്രാന്മാരും, പ്രത്യേകിച്ച് ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവ് ശ്രദ്ധിക്കേണ്ടതിന് ഏവർക്കും സ്വാഗതം. മെത്രാന്മാർക്കും സ്വാഗതം. കേരളത്തിൽ ക്രിസ്തീയ പെൺകുട്ടികൾ, ഒരു തോതുവരെ ആൺകുട്ടികളും പല വിധത്തിലുള്ള അപകടങ്ങൾക്ക് ഇരയാകുവാൻ സാധ്യതയുണ്ട് എന്ന് ഈ അടുത്ത കാലങ്ങളിൽ കത്തോലിക്ക സഭയിലെ ചില മെത്രാന്മാർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഞാൻ ഒരു വിധത്തിൽ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ആ പ്രതികരണങ്ങളിൽ ഉൾപ്പെടുത്താത്ത സുപ്രധാനമായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ പ്രധാനമായും സഭകളുടെ ചുമതലയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ ബോധമുള്ളവരായിരിക്കണം, നിങ്ങൾ ജാഗ്രത പാലിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ യേശു പറഞ്ഞിട്ടും സമകാലീന യാഥാർത്ഥ്യങ്ങൾ എന്താണ്, തങ്ങൾ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ തങ്ങൾ പോറ്റി വളർത്തുന്നു എന്ന് പറയുന്ന ആത്മീയ കുഞ്ഞാടുകൾ അനുഭവിക്കുന്ന സ്വാധീനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് അല്പം പോലും അറിയാൻ കൂട്ടാക്കാതെ കടുവ വരുന്നേ കടുവ വരുന്നേ കടുവ വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു അപഹാസ്യമായ അവസ്ഥയെ അല്പം വസ്തുതാപരമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് അവരോട് അഭ്യർത്ഥിക്കാനാണ് പ്രധാനമായും ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമുക്ക് വ്യക്തമായി ചിന്തിക്കേണ്ടതിന് ആവശ്യമായ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ആശ്വാസം നൽകുന്നതാണ്. നമുക്ക് ആ സാഹചര്യം ഒന്ന് പരിശോധിക്കാം. പാലാ ബിഷപ്പായിരിക്കുന്ന, കത്തോലിക്ക ബിഷപ്പായിരിക്കുന്ന ജോസഫ് കല്ലറിങ്ങാട്ട്, അദ്ദേഹത്തെ പിതാവ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, ജോസഫ് കല്ലറിങ്ങാട്ട് തിരുമനസ്, അദ്ദേഹത്തിൻ്റെ മഹാ ഇടവകയിലെ അല്ലെങ്കിൽ രൂപതയിലെ പെൺകുട്ടികളെ വല്ല വിധേനയും സ്വാധീനിച്ച് വശീകരിച്ച് അവരെ വെള്ളത്തിലാക്കാനായി, പ്രത്യേകിച്ച് മുസ്ലിം മത സമുദായത്തിലുള്ള ആൺകുട്ടികൾ ഇങ്ങനെ കോഴിക്കുഞ്ഞിൻ്റെ മീതെ പരുന്ത് പറക്കുന്നത് പോലെ റോന്തി നടക്കുന്നു എന്ന് അദ്ദേഹം വന്ന് വളരെ സങ്കടത്തോടെ പൊതുരംഗത്ത് അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ അന്ന് അതിനോട് പ്രതികരിച്ചതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇതേ സഭ അദ്ദേഹത്തിൻ്റെ തന്നെ ആൺകുട്ടികളായ കുഞ്ഞാടുകളെ വഴിതെറ്റിക്കാനായിട്ട് ഒരു ലഹരി മരുന്ന് മാഫിയയുണ്ട്. അതും പ്രധാനമായും ഒരു പ്രത്യേക കൂട്ടരാണ്, ഒരു മതവിഭാഗക്കാരാണ്. ഇങ്ങനെയൊക്കെ അദ്ദേഹം വിലപിക്കുന്നു. അപ്പോൾ സാധാരണ കത്തോലിക്കരായ വിശ്വാസികളെ കണ്ടു നോക്കുമ്പോൾ ഇതാ ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു അജപാലക ശുശ്രൂഷ വിദഗ്ധൻ, ഒരു പിതാവ് ഞങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞാൻ അല്പം വെളിപ്പെടുത്തുകയാണ്. ഇത് ആരെയും വിമർശിക്കാനല്ല, യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കുന്നത് എല്ലാവർക്കും നന്മ മാത്രമേ പ്രദാനം ചെയ്യുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ ഈ സംരംഭം ആരംഭിച്ചതും ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുവരുന്നത്. ഇനിയും എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ? ഈ പറയുന്ന ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവിൻ്റെയും അദ്ദേഹത്തെ പോലെയുള്ള മറ്റ് മെത്രാന്മാരുടെയും കീഴിലുള്ള യുവതി യുവാക്കന്മാർ, കേരളത്തിൽ വസിക്കുന്ന യുവതി യുവാക്കന്മാർ, അവരുടെ മേൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വാധീനങ്ങൾ, ഇൻഫ്ലുവൻസസ് എന്താണ് എന്ന് ഈ മെത്രാന്മാർ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, മെത്രാന്മാരാണെങ്കിലും പുരോഹിതന്മാരാണെങ്കിലും അവർ പള്ളിയുടെ വളപ്പിനകത്ത് മാത്രം വിലസുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കപ്പുറത്തൊരു ലോകമില്ല. അതുകൊണ്ട് ലോക യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി അതിൽ നിന്ന് തങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് അവർ അവകാശപ്പെടുന്ന ജനത്തിന് ഏതെങ്കിലും വിധത്തിൽ ഒരു ഉപദേശം കൊടുക്കുവാനോ അവരെ ആധ്യാത്മികമായോ ബൗദ്ധികമായോ സാംസ്കാരികമായോ സംരക്ഷിക്കുവാനുള്ള കടമയുണ്ടെന്ന് പോലും അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കടമ എന്താണ്? ഞായറാഴ്ച തോറും പള്ളിയിൽ ആരാധന നടത്തുന്നു, അതിനകത്ത് ദിവ്യബലി നടത്തുന്നു, പിന്നെ ചില ആചാരക്രമങ്ങളുണ്ട്. അത് പണ്ട് ജാമ്പവാന്റെ കാലത്തെ ഉള്ളത് അതുപോലെ ആചരിച്ചു വരുന്നു. കാലം മാറിയതൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല.
അപ്പം അങ്ങനെ പോകുമ്പോൾ ഇപ്പോഴുള്ള യുവതി യുവാക്കന്മാർ ഏത് സ്വാധീനത്തിലാണ് അവരുടെ ചിന്താഗതി ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാതെയാണ് ഇപ്പോഴും ഈ ശ്രേണിയിലുള്ള ആളുകൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അത് നമ്മെ ഞെട്ടിപ്പിക്കേണ്ട യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറയും, അനേക ക്രിസ്തീയ പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിക്കൊണ്ടിരിക്കും. ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പെൺകുട്ടികളെ മറ്റുള്ള മതങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികൾ വിവാഹം ചെയ്യും. എന്നാൽ മുസ്ലിം യുവാക്കന്മാർ അല്ല, അവരെക്കാൾ കൂടുതൽ ഹിന്ദു യുവാക്കന്മാർ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പ്രശ്നമല്ല. അപ്പോൾ അതിൽ തന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ക്രിസ്തു സമൂഹത്തിൽ നിന്ന്, ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ നല്ല വിശ്വാസികളായ ആൺകുട്ടികളെ മാത്രമേ ഞങ്ങൾക്ക് വിവാഹ ജീവിതത്തിന് യോഗ്യമാകുകയുള്ളൂ എന്ന ഒരു ബോധ്യം അവർക്കുണ്ടാകാതെ ആരെ കിട്ടിയാലും കുഴപ്പമില്ല, ഭൗതികമായ പരിഗണനകളിൽ ഏതാണ്ട് അടുത്ത് വരുന്നുവെങ്കിൽ, കണ്ടാൽ അല്പം യോഗ്യതയുണ്ട്, അല്പം വരുമാനമുണ്ട്, അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യമുണ്ട്, കുടുംബത്തിൽ സ്വത്തുണ്ട്, അല്ലെങ്കിൽ സ്വാധീനമുണ്ട്, ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങൾ മാത്രം വെച്ച് നോക്കുമ്പോൾ അവർക്ക് അത് മതി എന്ന അവരൊരു നിഗമനത്തിലെത്തുമ്പോൾ അവരെ കുറ്റം വിധിക്കാൻ സാധിക്കുമോ? സാധിക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. വിവാഹത്തെ പറ്റി അച്ഛനും മെത്രാനും ചിന്തിക്കുന്നത് പോലെയല്ല കുട്ടികളിപ്പോൾ ചിന്തിക്കുന്നത്. കുട്ടികളിപ്പോൾ, യുവതി യുവാക്കന്മാർ ഇപ്പോൾ കൂടുതലും ചിന്തിക്കുന്നത് മൈത്രേയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പുതിയ സാംസ്കാരിക പോപ്പിൻ്റെ ചിന്താഗതിയിൽ കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ മിടുക്കാണ്, ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങൾ ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നും കാണരുത്. അത് കുഞ്ഞുങ്ങളുണ്ടാകണം, അവരെ വളർത്തണം, അതിനുവേണ്ടി മാത്രം ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനകത്ത് വിവാഹത്തിൻ്റെ പോലും ആവശ്യമില്ല. കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം. അപ്പോൾ വിവാഹ ജീവിതത്തെ പറ്റി ഒരു, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർക്ക് ഹരം പിടിപ്പിക്കാൻ സാധ്യതയുള്ളൊരു ദർശനം, ഒരു കാഴ്ചപ്പാട്, ഒരു സംജ്ഞ കേരളത്തിൽ വളരെ കൃത്യമായി കഴിഞ്ഞ ഏതാണ്ട് അരനൂറ്റാണ്ടുകൾ കൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിനെ പറ്റി ഏതെങ്കിലും ഒരു മെത്രാനോ പുരോഹിതനോ ക്രൈസ്തവ സാംസ്കാരിക നേതാവോ ആരെങ്കിലും പരാമർശിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരുടെ വിചാരം ക്രിസ്ത്യൻ യുവതി യുവാക്കന്മാർ പള്ളിയിൽ അച്ഛൻ പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ എന്നതാണ്. സത്യമെന്നാൽ എന്താണ്? ഇപ്പൊ പള്ളിയിൽ അച്ഛനോ മെത്രാനോ പറയുന്നതിനേക്കാൾ 100 ഇരട്ടി അവർ യൂട്യൂബും മറ്റുള്ള സോഷ്യൽ മീഡിയയുമാണ് ശ്രദ്ധിക്കുന്നത്. അവരുടെ മേൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സ്വാധീനം സോഷ്യൽ മീഡിയ തന്നെയാണ്. അതുകൊണ്ടാണ് മുഖ്യധാരാ മാധ്യമത്തിലും സാമൂഹ്യ മാധ്യമത്തിലും മൈത്രേയനെ പോലെയുള്ള ആളുകൾ വളരെയധികം ഇടം പിടിച്ചിട്ടുള്ളതും അതിൽ കൂടെ വളരെയധികം ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ളതും അവരുടെ മേൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതുമെന്ന് തിരിച്ചറിയാനുള്ള അടിസ്ഥാന കടമയെങ്കിലും ഈ ശ്രേണിയിലുള്ള ആളുകൾക്കുണ്ട്. പക്ഷേ അവരതിനെപ്പറ്റി ഏതെങ്കിലും വിധത്തിൽ അറിവുള്ളവരായിട്ടോ ചിന്തയുള്ളവരായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടാണ് ഇവിടെ വന്ന് നെഞ്ചത്തടിച്ചിട്ട് വന്ന് ഞങ്ങളുടെ പെമ്പിള്ളാരെ കൊണ്ടുപോയി. ആരും കൊണ്ടുപോയതല്ല. അവർക്ക് ഒരു കത്തോലിക്കനെ വിവാഹം കഴിക്കുന്നതും ഒരു മുസ്ലിമിനെയോ ഹിന്ദുവിനെയോ അല്ലെങ്കിൽ നിരീശ്വരവാദിയെ ആൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതുമായി യാതൊരു വ്യത്യാസമുള്ളതായിട്ട് അവർക്ക് തോന്നുന്നില്ല. എന്ന് മാത്രവുമല്ല, ഈ മെത്രാന്മാർ തികച്ചും അവഗണിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ക്രിസ്തു സമൂഹത്തിൽ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ യുവതികളും യുവാക്കന്മാരും തമ്മിലൊരു വലിയ അസന്തുലിതയുണ്ട്. അത് വർദ്ധിച്ചു വരികയാണ്. എ ഗ്രേറ്റ് ഇനീക്വാളിറ്റി ബിറ്റ്വീൻ ആ ഗേൾസ് ആൻഡ് ബോയ്സ്. നമ്മുടെ പെൺകുട്ടികൾ വളരെ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ആൺകുട്ടികൾ അങ്ങനെ എങ്ങും പോകാതെ ഏതാണ്ട് പിന്നോക്കം നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ പ്രത്യേകിച്ച് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും അവർക്ക് തക്കതായ ഒരു ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് സാധ്യമായി വരികയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളെപ്പറ്റി പോലും ആരും ചിന്തിച്ചോ പറഞ്ഞോ അതിന് തക്കതായ എന്തെങ്കിലും പ്രതിവിധി കണ്ടുപിടിക്കാൻ ശ്രമിച്ചോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
അപ്പോൾ ദയവായി മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടം പിടിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ, കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിനോട് വസ്തുനിഷ്ഠമായി പ്രതികരിക്കാൻ യുക്തി ഉപയോഗിച്ച് നമ്മൾ പൊതുരംഗത്ത് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ യുക്തി അവരെ അറിയിക്കാൻ നമുക്കൊരു കടപ്പാടുണ്ട്. അല്ലാതെ ഞങ്ങളുടെ അങ്ങ് ദൂരെ ഇരിക്കുന്ന പോപ്പ് അങ്ങനെ പറഞ്ഞു, ഇപ്പുറത്തിരിക്കുന്ന കീപ്പ് അങ്ങനെ പറയുന്നു, അപ്പുറത്ത് പറയുന്ന ചീപ്പ് ഇങ്ങനെ പറയുന്നു പറഞ്ഞൊന്നും കാര്യമില്ല. മനുഷ്യൻ പൊതുവായി അംഗീകരിക്കുന്ന യുക്തി, സാമാന്യ ബുദ്ധി അനുസരിച്ച് ഇങ്ങനെയുള്ള ഓരോ കാലഘട്ടങ്ങളിൽ പൊന്തി വരുന്ന ചിന്തകളെ അത് ക്രിസ്തീയ സഭ പഠിപ്പിക്കുന്ന ആ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് എങ്കിൽ, അതിന് അപകടം വരുത്തുന്നതാണ് എങ്കിൽ അവയെ മനസ്സിലാക്കി തക്കതായ ആത്മീയ പ്രാബല്യമുള്ള ഒരു തീരുമാനമെടുക്കാൻ തക്ക പരിശീലനം ഓരോ രൂപതയിലെയും അല്ലെങ്കിൽ ഓരോ സഭയിലെയും യുവതിയുവാക്കന്മാർക്ക് ബാല്യകാലം തൊട്ടേ നൽകേണ്ട ഒരു കടമയുണ്ട്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സെക്സ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയും. അതെന്തുകൊണ്ടാണ്? അത് ആ ഒരു അറിവ്, കുറഞ്ഞ അറിവെങ്കിലും ഇല്ല എങ്കിൽ അതിൽ ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണല്ലോ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ യുവതീയുവാക്കന്മാരുടെ ആത്മീക പരിശീലനത്തിൽ ഓരോ കാലഘട്ടങ്ങളിൽ പൊന്തി വരുന്ന അഭിപ്രായങ്ങളും കൾട്ടുകളും തിരിച്ചറിയുവാനും അതിലടങ്ങിയിരിക്കുന്ന ആത്മീകമായ അപാകതകളും പരിമിതികളും അപകടങ്ങളും എന്താണ് എന്നവരെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു കടമ സഭയ്ക്കുണ്ട്. അത് നിർവഹിക്കാതെ അയ്യോ ഞങ്ങളുടെ പെൺകുട്ടികളെ മോഷിച്ചുകൊണ്ട് പോകുന്നേ, ഓടിവായോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ മൈത്രേനെ പോലെയുള്ള വളരെ അധികം കേരളത്തിലെ അനേക ആയിരങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ള മൈത്രേനെ പോലെയുള്ള ഒരു സാംസ്കാരിക പ്രതിഭാസം അനുദിനം യുവതീയുവാക്കന്മാരിൽ ചെലുത്തിക്കൊണ്ടേയിരിക്കുന്ന സ്വാധീനം, അതിന് മതിയായ അടിസ്ഥാനമുണ്ട്. അതിന് വേണ്ടതായ തയ്യാറെടുപ്പോടുകൂടെ തന്നെയാണ് ഇത് നടക്കുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെതായ ആത്മാർത്ഥതയുണ്ട്, അനുഭവ സമ്പത്തുണ്ട്, വായനയുണ്ട്, ചിന്തയുണ്ട്. ഇങ്ങനെയുള്ളൊരു വലിയ സംരംഭം നടക്കുമ്പോൾ അത് സഭ പഠിപ്പിക്കുന്ന പല കാര്യങ്ങൾക്കും ഘടകവിരുദ്ധമാണ് എന്ന പ്രകടമായ സത്യം നമ്മെ തുറച്ചു നോക്കുമ്പോൾ തന്നെ ഇത് തമ്മിലുള്ള പൊരുത്തം എന്താണ്, പൊരുത്തക്കേട് എന്താണ് എന്ന് വല്ലപ്പോഴുമെങ്കിലും അബദ്ധത്തിലെങ്കിലും ഒരിക്കൽ ഒന്ന് അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് ഒരു മെത്രാനും ഒരു കത്തനാരും തയ്യാറാകാത്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? മറ്റൊന്നുമല്ല, ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയുവാനോ അവർക്ക് യഥാർത്ഥത്തിൽ നന്മ വരുവാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും ഒരു പാചകം ചെയ്യാൻ ഇവർക്ക് താല്പര്യമില്ല, കഴിവുമില്ല. പിന്നെ ആകെപ്പാടെ ചെയ്യാവുന്നത് റോഡിൽ വന്ന് മാറുതടിച്ച്, പണ്ടത്തെ കാലത്തൊക്കെ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വന്ന് മാറുതടിച്ചത്. അതുപോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ മെത്രാൻ. ഇനിയും യുവാക്കന്മാർ, ഇപ്പം യുവതിമാരുടെ അവസ്ഥയിൽ യുവാക്കന്മാരൊക്കെ അവരെ ലഹരി മരുന്നിൻ്റെ അടിമകളാക്കി നശിപ്പിക്കാനായിട്ട് ചില കൂട്ടർ ഇറങ്ങിത്തിരിച്ചിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, കത്തനാരെ, ലഹരി എന്നാൽ എന്താണ്? അതിൻ്റെ അടിമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുകൊണ്ടാണ് ജനം അങ്ങനെ പോകുന്നത്? അങ്ങനെ പോകാതിരിക്കത്തക്കവണ്ണം അവർക്ക് ആന്തരികമായ ഉൾബലം നൽകുവാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെ ഏതെങ്കിലും കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ടോ? ലഹരി എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് പോയി തിരഞ്ഞെടുക്കുന്നതാണ്. ആർക്കും ബലം പ്രയോഗിച്ച് മറ്റൊരാളെ ലഹരി പദാർത്ഥം ഉപയോഗിക്കാനോ കഴിപ്പിക്കാനോ സാധ്യമല്ല. അപ്പം നമ്മുടെ തന്നെ മക്കൾ, സഭയുടെ മക്കൾ അവരുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പോകുന്നു. എന്നാൽ അങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന വഴി തെറ്റാണെന്ന് അവർക്ക് ബോധ്യം വരത്തക്കവണ്ണം എന്തെങ്കിലും ഉത്ബോധനം സഭയുടെ പക്ഷത്ത് നിന്ന് വന്നിട്ടുണ്ട്. അറിയാനായിട്ട് ചോദിക്കുകയാണ്. ഇതൊന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്നോണ്ട് മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തേങ്ങ വീണു എന്ന് പറഞ്ഞതുപോലെ. ഇപ്പോൾ മൈത്രേയൻ പറയുന്നുണ്ട് ലഹരി പദാർത്ഥം നിരോധിക്കരുത്. അദ്ദേഹത്തിൻ്റെതായ നല്ല യുക്തിയുണ്ട്.
ഒരു പദാർത്ഥം നിരോധിച്ചതുകൊണ്ട് അത് തിരോധാനം ചെയ്യുന്നില്ല. അത് ഭൂഗർഭത്തിലേക്ക് പോയി അവിടെ പൂർവാധികമായ ശക്തിയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അനേക ആളുകൾ അതിൽ തുടർന്നും അദ്ദേഹം പറയുന്നത് ശരിയാണ്. അതേസമയം തന്നെ ഈ ലഹരി പദാർത്ഥം ഒരു സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് ആരും കഴിക്കണമെന്നില്ല. ഞാൻ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് 1971 മുതൽ 73 വരെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരു പക്ഷേ, ഞാൻ അതിശോക്തി പറയുന്നതല്ല, അവിടെ ലഹരി മരുന്ന് കഴിക്കാത്ത വിരലിൽ എണ്ണാവുന്ന വിദ്യാർത്ഥികളൊരാൾ ഞാനായിരുന്നു. ഇഷ്ടം പോലെ യഥേഷ്ടം ആളുകൾ ലഹരി മരുന്ന് ഉപയോഗിക്കുകയും ഫ്രീ ആയിട്ട് തരാൻ എൻ്റെ അടുത്ത് എത്രയോ പേര് വന്നിട്ടുണ്ട്. ആ സമയത്ത് അതിലൊന്നും പെട്ടുപോകാതെ പിടിച്ചു നിൽക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ മാതാവ് എനിക്ക് നൽകിയ ഉപദേശമാണ്. എന്താണ് എന്നോട് പറഞ്ഞു? നിന്റെ ശരീരം വിശുദ്ധമാണ്, അത് വിശുദ്ധമായി തന്നെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കിലാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്, കാലം അത് തെളിയിക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഈ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. സത്യം ഞാൻ നിങ്ങളോട് പറയാൻ, അതുണ്ടെങ്കിൽ സമൂഹത്തിൽ മുഴുവനും ഫ്രീ ആയിട്ട് ലഹരി വരുന്നുണ്ടെങ്കിലും ആരും കഴിക്കില്ല. ഇത് അതിശക്തി പറയുന്നതല്ല. എന്നാൽ ഇത് തക്കതായ യാതൊരു ഉത്ബോധനവുമില്ലാതെ നീ അത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മനുഷ്യൻ ആരാണെന്നും അവൻ്റെ മാഹാത്മ്യം എന്താണെന്നും ഉദാത്തമായ അവൻ്റെ ലക്ഷ്യം എന്തായിരിക്കണമെന്നും ഹ്യൂമൻ ഡെസ്റ്റിനി, അതിൻ്റെ പുറകിൽ ഒരു ദൈവീകമായ ഒരു കരുതലുണ്ട്, ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. അത് നിർവഹിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സായുജ്യം. ഇതൊന്നും അറിയിക്കാതെ ആളുകളെ വെറും ആടും മാടുമായിട്ട് വെച്ച് അവരെന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം ആടിന് പോലും മാടിന് പോലും വിഷമേറിയ പുല്ല് തിന്നരുതെന്ന് അവർക്കറിയാം. അതുപോലും മനുഷ്യർക്കറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് നാം അവരെ വളർത്തി പരിശീലിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരാണ് ഇതിനകത്ത് ഉത്തരവാദി? മരുന്ന് വിറ്റ് നടക്കുന്നവനാണോ? ഈ മേടയിലിരിക്കുന്ന മെത്രാനാണോ? ദയവായി മനസ്സിലാക്കുക. ഞാൻ ഇങ്ങനെ ദുഃഖം കൊണ്ട്, വേദന കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഞാൻ 9 വർഷമായി റിട്ടയർ ചെയ്ത് കേരളത്തിൽ വന്നിട്ട്. അന്നൊക്കെ നേരിയ തോതിൽ മൈത്രേയൻ്റെ വീഡിയോകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ പൂർവാധികമായ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കേരള സമൂഹത്തിൽ വർദ്ധിക്കുന്നു. അത് പ്രത്യേകിച്ച് യുവതീ-യുവാക്കന്മാരുടെ ഇടയിൽ വലിയ തോതിൽ ക്രിയ ചെയ്യുന്നുണ്ട്. വിവാഹത്തിൻ്റെ ആവശ്യമില്ല, കുടുംബജീവിതം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ദൈവമില്ല, മറ്റേതാണ്, മറിച്ചേതാണ്, പിന്നെ ലഹരി മരുന്ന് ലഹരി അതാണ്, ലഹരി ഇതാണ്, അത് വലിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെയുള്ള പലവിധമായ ഉപദേശങ്ങൾ, അത് ഒത്തിരി ഉപദേശം അദ്ദേഹത്തിൻ്റെ അതിൽ. ഇതിനെപ്പറ്റി നമുക്ക് യാതൊരു നിലപാടുമില്ല. നമ്മുടെ യുവതി യുവാക്കന്മാരെയോ കുഞ്ഞുങ്ങളെയോ ഇത് സംബന്ധിച്ച് ബോധവൽക്കരിക്കാനുള്ള യാതൊരു സംരംഭവും നടക്കുന്നില്ല. പിന്നെ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ തിരഞ്ഞെടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നോ ചോയ്സ് ഈസ് മീനിങ് ഫുൾ അൺലെസ് ഇറ്റ് ഇസ് എൻ ഇൻഫോംഡ് ചോയ്സ്. മിതമായ എന്താ പറയുന്നത്, പര്യാപ്തമായ അറിവുകളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ തിരഞ്ഞെടുപ്പാകുകയുള്ളൂ. അല്ലാത്ത ഒന്നും തിരഞ്ഞെടുപ്പല്ല. മനുഷ്യൻ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ടാകണമെങ്കിൽ അവന് അറിവുണ്ടാകണം. ഇപ്പം 2 സാധ്യതകളുടെ മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ രണ്ടിനെയും പറ്റി എനിക്ക് വേണ്ട അറിവില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത്? അപ്പം അതുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കന്മാർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്ന് കരയുകയും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ അല്പം പോലും ശ്രമിക്കാതെ അവർ വളർന്നു വരുന്ന സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും എന്തെങ്കിലും സ്വഭാവം ഏതെങ്കിലും വിധത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെയും അതിനെ വേണ്ട വിധത്തിൽ ആത്മീയമായി മനസ്സിലാക്കാൻ വല്ല കൈത്താങ്ങിൽ അവർക്ക് നൽകാൻ കൂട്ടാക്കാതെയും മാറത്തടിച്ച് തെരുവിൽ കൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് വലിയ ശുശ്രൂഷ എന്ന് പറയുന്ന ഈ പൊട്ടത്തരം നിർത്തണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സാഹചര്യം അതിനെ മനസ്സിലാക്കുവാനും അതിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ്, യേശു പറഞ്ഞു ഗോതമ്പും കളയും ഒന്നുപോലെ വളരുന്ന ഒരവസ്ഥയാണ് ലോകത്തിൻ്റെ. ഇവിടെ നന്മയുണ്ട്, തിന്മയുണ്ട്. നന്മയും തിന്മയും അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിലേതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ സാധ്യമാകൂ. ഈ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമയിൽ മകൻ അവൻ്റെ വീട് വിട്ട് ദൂരദേശത്തേക്ക് പോയി
അവൻ തിന്മയുടെ നെല്ലിപ്പലക കണ്ട ശേഷമാണ് ആത്മാർത്ഥമായി നന്മയിലേക്ക് അവൻ്റെ വ്യക്തിഗതമായ തീരുമാനത്തിൽ അവൻ മടങ്ങി വരും. എന്നാൽ ആ അനുഭവം ഇല്ലാത്ത മൂത്ത ജ്യേഷ്ഠനോ അവൻ ഒരു ധാർമ്മിക ആധ്യാത്മിക ബോധത്തിൻ്റെ സായം സന്ധ്യയിൽ അങ്ങനെ നിൽക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പുതിയ സൂര്യോദയം ഉണ്ടാകുകയില്ല. ഇത് യേശു അന്ന് പറഞ്ഞ അത്ഭുതാവഹമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പോലും ആളുകൾക്ക് അത്രമാത്രം ലിബറേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങൾ പറയാൻ ഭയമാണ്. എനിക്ക് ഭയമാണ്. അപ്പം ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയും. യേശു പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരിപ്പീൻ, നിങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്ന് തിരിച്ചറിവീൻ. നോക്കൂ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായെ മനസ്സിലാക്കാനുള്ള ഒരാവശ്യമുണ്ട്. അതുകൊണ്ടാണ് പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുമ്പോൾ തന്നെ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും. പാമ്പ് അതിൻ്റെ സാഹചര്യങ്ങളെ വളരെ കൃത്യമായി തിരിച്ചറിയുന്നു. അതതിൻ്റെ ഉദരം ഭൂമിയിൽ മുട്ടിച്ച് സഞ്ചരിക്കുന്നതുകൊണ്ട് ഭൂമിയുടെ നേരിയ ചലനങ്ങൾ പോലും അത് തിരിച്ചറിയുന്നു. അപ്രകാരമുള്ളൊരു സെൻസിറ്റിവിറ്റി നമുക്കുണ്ടാകണം. നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രതികരിച്ച് അവയെ മനസ്സിലാക്കി പ്രതികരിച്ച് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിരന്തരം പ്രയാണം ചെയ്തൊരു അച്ചടക്കം നാം പ്രാപിക്കണം. അതിന് പകരമായിട്ടാണ് പൊതുരംഗത്ത് വന്ന് ഇങ്ങനെ മാടത്തെളിച്ച് വിലപിക്കുന്നത്. ഇത് നിന്നയാണ്. ഇത് നമ്മെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. മറ്റുള്ളവർ കാണുമ്പോൾ ചിരിക്കാനും മൂക്ക് പൊത്താനുമേ ഇത് വഴിയൊരുക്കത്തുള്ളൂ. ഞാൻ ദയവായി ഇങ്ങനെയുള്ള പരിപാടി നിർത്തണം. നമ്മുടെ ഇടയിൽ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കണം. അല്ലാതെ കഴിഞ്ഞ 500 വർഷം പറഞ്ഞ അതേ കോപ്പണാണ്ടം അതുപോലെ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു പ്രയോജനവുമില്ല. യുവതീയുവാക്കന്മാർ ഇത് പുച്ഛിച്ച് തള്ളുകയാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞിട്ടാണ്. ഞാൻ 4 ദശകത്തിലധികം ഭാരതത്തിലെ യുവതീയുവാക്കന്മാരുടെ ഇടയിൽ ജോലി ചെയ്ത അനുഭവ സമ്പത്തോടെ എന്നോട് പറയുകയാണ്. അവർ നിങ്ങൾ പറയുന്നത് പോലെ അല്ല ചിന്തിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടിനെ മനസ്സിലാക്കാൻ നമുക്ക് അല്പം കടമയുണ്ട്. അവരോടൊന്ന് ചേർന്ന് നടക്കാൻ നമുക്കൊരു കടമയുണ്ട്. അതൊന്നും ചെയ്യാതെ അവിടെ ഇവിടെ ഇരുന്ന് മോങ്ങുക, ഇത് നാണക്കേടാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം.